നമസ്കാരം. എൻ്റെ ചില യൂട്യൂബ് വീഡിയോസിലും മുമ്പ് വന്നിരുന്ന ചില ഫീച്ചറുകളിലും ചില ഇൻ്റർവ്യൂസിലും പ്രൊഫസർ ഓഡിയോയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ മുമ്പ് പങ്കെടുത്തിരുന്നൊരു റിയാലിറ്റി ഷോ പെർഫെക്റ്റ് കപ്പിൾ എന്നായിരുന്നു എൻ്റെ പേര്. ACVയിലായിരുന്നത് ഉണ്ടായിരുന്നത്. 2008 ഉണ്ടായിരുന്നത്. അതൊരു കപ്പിൾ റിയാലിറ്റി ഷോ ആയിരുന്നു. ഞാനും ഹസ്ബൻഡുമായിരുന്നു പങ്കെടുത്തിരുന്നത്. ആക്ച്വലി അത് മലയാളത്തിലെ ആദ്യത്തെ കപ്പിൾ റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ ഞങ്ങളായിരുന്നു അതിൽ വിന്നേഴ്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നീട് അതേപ്പറ്റി പറയാനോ അതിൻ്റെ ഒരു വിഷ്വലോ കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിളും അല്ല. കാരണം റിയാലിറ്റി ഷോ ആകുമ്പോൾ കുറേ വിഷ്വൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത്രയൊന്നും അവൈലബിൾ അല്ല. ആകെ കുറച്ചൊരു 3-4 എപ്പിസോഡിൻ്റെ വിഷ്വൽസ് പിന്നീട് എങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ആദ്യം നിങ്ങൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യും. എപ്പോഴും സ്റ്റുഡൻസ് ഒക്കെ എന്നോട് ചോദിക്കാറുണ്ട്, മിസ് അതിൻ്റെ എന്തെങ്കിലും ഉണ്ടോ? ഒരു വീഡിയോസും ഇതുവരെ ആരും കണ്ടിട്ടില്ല. ചെറിയ 1-2 വിഷ്വൽസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഒന്ന് കണ്ടിട്ട് വരും. ചുങ്കത്ത് പ്രിൻസ് ജുവലറി പെർഫെക്റ്റ് കപ്പിളിലെ ഈ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ ഫൈനലിലെ ക്വസ്റ്റ്യൻ റൗണ്ടിലേക്ക് എത്തുന്നു ശ്രീമാൻ വിജേഷും ശ്രീമതി പ്രിയയും. വിജേഷ്, പ്രിയ, ഇത് ക്വസ്റ്റ്യൻ റൗണ്ടാണ്. ഇതിൽ ഈ ബൗളിൽ അത് പേപ്പർ ഇട്ടിട്ടുണ്ട്. അതിലൊരു പേപ്പർ എടുത്തിട്ട് കൊടുക്കുക. ആ പേപ്പറിലുള്ള ക്വസ്റ്റ്യനെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ, മനപ്പൊരുത്തത്തിൽ നമ്മൾ ചെയ്ത പോലെ ആ ക്വസ്റ്റ്യനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണ് ശരി എന്ന് തോന്നുന്നത്, എന്താണ് തെറ്റ് എന്ന് തോന്നുന്നത് ധൈര്യപൂർവ്വം പറയാവുന്ന ഒരു റൗണ്ടാണ്. പ്ലീസ്. മുഖത്ത് നോക്കി ധൈര്യത്തോടെ പറയട്ടെ. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ, നിലവിലുള്ള ഭരണഘടനാപരമായ നിയമം ശരിയോ തെറ്റോ എന്നാണ്. പൂർണ്ണമായില്ലെങ്കിലും ഭാഗികമായി തെറ്റെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് തെറ്റുകളെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നത്? എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിരിക്കുന്നത് ശിക്ഷാ നിയമങ്ങളെ കുറിച്ചുള്ള ഭരണഘടനയിലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഇപ്പോൾ ഒരാളിന് കൊന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങളിലുള്ള പോലത്തെ ഒരു ശിക്ഷാ നിയമം വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ തന്നെ അതിന് ലൂപ്പ് ഫോൾസ് ഒരുപാടുണ്ട് രക്ഷപ്പെട്ടു പോകാൻ. അപ്പോൾ അവർ വീണ്ടും രക്ഷപ്പെട്ടിട്ട് പുറത്തെത്തി വീണ്ടും ഇതേ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അവർക്കൊരു പ്രവണത ഉണ്ടാവും. മാതൃകാപരമായ ശിക്ഷയ്ക്കാണെങ്കിൽ കൂടുതൽ ആളുകളോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ മറ്റുള്ള രാജ്യത്തുള്ള പോലെ ഒരു കക്ക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൈ വെട്ടുന്ന പോലുള്ള ഒരു കഠിനമായ ശിക്ഷയാണെങ്കിൽ തൊടാൻ പോകുമ്പോൾ തന്നെ ഒന്ന് കൈ വിറയ്ക്കും. ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്തിൽ അതൊരിക്കലും സാധ്യമല്ല സർ. ഇവിടെ ജനാധിപത്യ രാജ്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അതെ സർ. പക്ഷെ ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് വോട്ട് ചെയ്യുക എന്നതിലപ്പുറം ഒരു പ്രാധാന്യവും സർ ജനാധിപത്യത്തിൽ ഇവിടെ കാണുന്നില്ല. കുറവാ ജനങ്ങൾക്കുള്ള പാർട്ടിസിപ്പേഷൻ. ജനാധിപത്യത്തിൽ ജനങ്ങൾക്കുള്ള പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീട്ടമ്മയോ അല്ലെങ്കിൽ മറ്റൊരാളോ വോട്ട് ചെയ്തതിനപ്പുറത്തേക്ക് ജനാധിപത്യത്തിലേക്ക് കടന്നു ചെല്ലാൻ ഒരാളും എത്തുന്നില്ല. പിന്നെ അത് മാത്രമല്ല സർ, ഇപ്പോൾ ഒരു ട്രാഫിക് നിയമം നോക്കുമ്പോൾ തന്നെ ആക്സിഡൻ്റ് ആകുന്ന ഒരു ഹിസ്റ്ററി എടുക്കുക, ഒരു ഡ്രൈവറുടെ ഹിസ്റ്ററി എടുക്കുക വെച്ചാൽ ഒരു 100 ആക്സിഡൻ്റ് ഹിസ്റ്ററി എടുക്കുക വെച്ചാൽ ഒരാൾ തന്നെ പല ആക്സിഡൻറ്റുകളും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കൈവെട്ടുന്ന പോലെ അല്ലെങ്കിൽ പോലും അയാൾ ലൈസൻസ് കട്ട് ചെയ്യുന്ന ഒരു പ്രവണതയെങ്കിലും ഉണ്ടെങ്കിൽ കുറേ കാര്യം അങ്ങനെ രക്ഷപ്പെട്ടു പോകും. ഇപ്പോൾ ഒരാൾ ആക്സിഡൻ്റ് ആക്കി കഴിഞ്ഞാലും നമുക്ക് പറ്റിപ്പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ശിക്ഷ അയാൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഇതുവരെ ഒരു നിയമവും ഒരാൾക്കും ഇതുവരെ പറ്റിയിട്ടില്ല. ഈ ഭരണഘടനാപരമായ നിയമങ്ങളിൽ ഈ ട്രാഫിക്കിൻ്റെ കാര്യം പറഞ്ഞത് ശരി തന്നെ, നിങ്ങൾ ഈ മറ്റേ ശിക്ഷാ നടപടികളുടെ കാര്യങ്ങളും പറഞ്ഞത് ശരി തന്നെ. പക്ഷേ നിയമപരമായ, അതായത് ഭരണഘടനാപരമായ നിയമങ്ങളിൽ പാളിച്ചകളുണ്ടോ? നിയമങ്ങളിലല്ല സർ, ചില രീതികളിൽ പാളിച്ചകളുണ്ട്. എന്താണത്? ഇപ്പോൾ വിദ്യാഭ്യാസ രീതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പാളിച്ചകളാണ് സാർ നമുക്ക് സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു 10 വർഷം ഓരോ രീതികൾ നമ്മൾ കുട്ടികളിൽ പരീക്ഷിച്ച് നോക്കുകയാണ് സാർ. പൂർണ്ണമായുള്ള രീതി എടുത്ത് മാറ്റിയിട്ട് പുതിയ രീതി നമ്മൾ പരീക്ഷിച്ച് നോക്കും. ഒരു 5 വർഷം അത് പരീക്ഷിച്ച് കഴിഞ്ഞാൽ ഈ രീതി ശരിയല്ല, നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഇത് ഒരു യോജിച്ച രീതിയിലാന്ന് കരുതി അത് മാറ്റാം. ഈ 5 വർഷം വരുന്ന വിഡ്ഢിയായ കുട്ടികൾ അത് വെറുതെ പോവാ സാർ ശരിക്കും. പിന്നെ സാർ ഇപ്പോൾ വന്നൊരു നിയമം, നല്ലൊരു നിയമം ഉണ്ടായിരുന്നു സാർ. അത് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ നല്ലതാണ്. കാരണം ഒരു പരിധിയിൽ അപ്പുറം ആഡംബരത്തിൽ ജീവിക്കുന്ന ആളുകൾ, പാവപ്പെട്ടവർക്ക് അതിലൊരു പങ്ക് കൊടുക്കണം എന്നുള്ളൊരു നിയമം അടുത്ത് വന്നിരുന്നു സാർ. വലിയ വീടുകൾ വെക്കുമ്പോൾ അത് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ കുറേയൊക്കെ നല്ലതാണ് സാർ. സാമ്പത്തിക സമയത്തും കുറേയൊക്കെ ഉറപ്പുവരുത്താൻ പറ്റും. ഇപ്പോൾ പിന്നെ ദാരിദ്ര്യരേഖ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്.
ആ രേഖയുടെ മുകളിൽ ഇപ്പം തന്നെ സാറിന് അറിയാൻ പറ്റും, പത്രങ്ങളിലൊക്കെ ഗവൺമെൻറ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ പോലും ദാരിദ്ര്യക്ക് താഴെയാണെന്നുള്ളൊരു പ്രവണത വന്നിട്ടുണ്ടായിരുന്നു. അത് നിയമത്തിൽ വന്ന അപാകതയാണോ അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ വന്ന അപാകതയാണോ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം നിങ്ങൾ പറഞ്ഞു വന്നത് ഇപ്പം നിയമപരമായുള്ള ഭരണഘടനാപരമായുള്ള നിയമങ്ങളിലെ പാളിച്ചകളെ പറ്റിയാണ് നിങ്ങൾ പറഞ്ഞു വന്നത്. നല്ല വശങ്ങളെ പറ്റി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ വൃദ്ധസാധനത്തിൻ്റെ കാര്യമായാലും ശരി തന്നെ, നമ്മുടെ ഗതാഗതത്തിൻ്റെ കാര്യമായാലും ശരി തന്നെ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായാലും ശരി തന്നെ, ഇപ്പോൾ മാറി വരാൻ തുടങ്ങുന്ന ആ പുതിയ നിയമത്തിൻ്റെ കാര്യമായാലും ശരി തന്നെ വളരെ രസകരമായി നിങ്ങൾ സംസാരിച്ചു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എനിവേ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. തുങ്കത്ത് പ്രിൻസ് ജ്വല്ലറി പെർഫെക്റ്റ് കപ്പിളിന്റെ ചോയ്സ് റൗണ്ടിലേക്ക് വരുന്നു ശ്രീമാൻ വിജേഷും ശ്രീമതി പ്രിയയും. ഇവര് ഷേക്സ്പിയറിന്റെ എന്താ പേര്? കിങ് ലിയർ. കിങ് ലിയർ. ഓക്കെ, കിങ് ലിയർ അതിനെ ആസ്പദമാക്കിയുള്ളതാണ് ഡ്രാമയാണോ? ഡ്രാമ, ആ കഥയുടെ അവസാന ഭാഗമാണ്. അവസാന ഭാഗത്തേക്ക്. ഓക്കെ, ഫാമിലിയിൽ നിന്ന് ആരാണ് വന്നിരിക്കുന്നത്? അമ്മ വന്നിട്ടുണ്ട്. അമ്മ ഒപ്പം അഭിനയിക്കുന്നുണ്ട്. എന്ത് കഥാപാത്രമായിട്ട്? കിങ് ലിയറുടെ ഭാര്യയായിട്ട്. കിങ് ലിയറിന്റെ ഭാര്യയായിട്ട്. വെരി ഗുഡ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കിങ് ലിയർ തന്റെ മൂത്ത 2 മക്കൾക്കായി രാജ്യം പങ്കുവച്ചു കൊടുത്തു. എന്നാൽ തന്നെ പുകഴ്ത്തി പറയാതിരുന്ന കൊഡേലിയ എന്ന ഇളയ മകൾക്ക് 1 ഇഞ്ച് സ്ഥലം പോലും നൽകിയില്ല. പക്ഷേ ഫ്രാൻസിലെ രാജകുമാരൻ കൊഡേലിയയെ വിവാഹം ചെയ്തു കൊണ്ടുപോയി. കൊഡേലിയയെ പുകഴ്ത്തി പറഞ്ഞ തന്റെ പത്നിയെ കിങ് ലിയർ പുറത്താക്കി. എന്നാൽ ഒടുവിൽ മൂത്ത മക്കളായ ഗൊണേറിൽ, റീഗൻ എന്നിവർ കിങ് ലിയറെ തള്ളിപ്പറഞ്ഞു. രാജ്യം നഷ്ടപ്പെട്ട കിങ് ലിയർ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു. അദ്ദേഹം ആട്ടിയിറക്കിയ പത്നി മെറ്റിൽഡ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. പാപിയാണ് ഞാൻ, മഹാപാപി. ഞാൻ എന്റെ പ്രിയപുത്രിയെ തള്ളിപ്പറഞ്ഞു. അവൾക്ക് 1 ഇഞ്ച് ഭൂമി പോലും കൊടുത്തില്ല. വാർദ്ധക്യത്തിൽ എനിക്ക് തുണയാവേണ്ട എന്റെ പ്രിയപത്നിയെ ഞാൻ ആട്ടിയിറക്കി. മകളെ കൊഡേലിയ, അജ്ഞനായ ഈ വൃദ്ധപിതാവിന് മാപ്പ് തരൂ. മകളെ, മാപ്പ് തരൂ. എന്താണ് പ്രഭു ഇത്? അരുത്. അങ്ങേ 2 മക്കളെ തള്ളിപ്പറഞ്ഞുള്ളൂ. ഇളയ മകൾ, അവളാണ് യഥാർത്ഥ പുത്രി. അവൾ അങ്ങയെ സ്നേഹിക്കും. അവൾ അങ്ങയെ സംരക്ഷിക്കും. ഭ്രാന്ത് പറയാതിരിക്കൂ മെറ്റിൽഡ. അവൾ എന്നെ വെറുക്കും, തള്ളിപ്പറയും. പൊറുക്കാനാവാത്ത തെറ്റാണ് ഞാൻ അവളോട് ചെയ്തത്. പൊറുക്കാനാവാത്ത തെറ്റ്. 1 തുണ്ട് ഭൂമി പോലും മകൾക്ക് നൽകാത്ത പാപിയാണ് ഞാൻ, മഹാപാപി. ഇല്ല പ്രഭു, അങ്ങ് അവളെ മനസ്സിലാക്കിയിട്ടില്ല. അവൾ ഇപ്പോഴിങ്ങെത്തും. ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും? ഞാൻ എങ്ങനെ എന്റെ മകൾ അഭിമുഖീകരിക്കും? ഓ, എനിക്ക് ആലോചിക്കാനേ വയ്യ. എന്റെ മകൾ, അവളോട് ഞാൻ തെറ്റല്ലേ ചെയ്തത്? മാപ്പറിയിക്കാത്ത തെറ്റ്. പിതാവേ, അങ്ങയെ ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നല്ലോ. 6 ഭൂഖണ്ഡങ്ങളെയും കൂട്ടിയിണക്കുന്ന കണ്ണിയായി വർത്തിച്ച മഹാസിംഹാസനത്തിൽ ഒരു ദൈവത്തെ പോലെ ശോഭിച്ച എന്റെ പിതാവാണോ ഇത്? കേവലം ഒരു ഭ്രാന്തനെ പോലെ ഈ തെരുവിൽ അലഞ്ഞു തിരിയാൻ അങ്ങേക്കിടവരുത്തിയ ദുഷ്ടശക്തി ആരാണ്? ആരായാലും അവരെ നശിപ്പിക്കാൻ ഞാൻ എന്റെ സർവസ്വവും, ജീവനും സ്വത്തും ഉൾപ്പെടെ എന്തും ത്യജിക്കും. മകളെ കൊഡേലിയ, നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുവോ? പിതാവേ, അവിടുന്ന് എന്നെ ഉപേക്ഷിച്ചെങ്കിലും അങ്ങിപ്പോഴും മഹാനായ എന്റെ പിതാവ് കിങ് ലിയർ തന്നെയാണ്. അങ്ങ് വിഷമിക്കരുത്. ഇത് വിധിയാണ് മകളെ. ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ. ഞാൻ എന്റെ പ്രിയ പത്നിയെ ഉപേക്ഷിച്ചു. എന്റെ പ്രിയപുത്രിയെ തള്ളിപ്പറഞ്ഞു. അവരെ നാട്ടിൽ നിന്നും ആട്ടിയിറക്കി. 1 ചില്ലിക്കാശ് പോലും ഞാൻ അവർക്ക് കൊടുത്തില്ല. പകരം 2 ദുഷ്ടാത്മാക്കളെ സ്നേഹിച്ചു. അവരുടെ മാധുര്യമൂർന്ന വാക്കുകൾ എന്റെ കാതുകളെ കുളിർപ്പിച്ചു. വീഞ്ഞിൽ പൊതിഞ്ഞ ആ വിഷം ഞാൻ വാങ്ങി ഭക്ഷിച്ചു. അധികാരത്തിന്റെ കൂരിരുട്ടിൽ അന്ധനായ ഈ വൃദ്ധപിതാവിനോട് ക്ഷമിക്കൂ മകളെ.
എനിക്ക് മാപ്പ് തരൂ. അരുത് പിതാവേ, അരുത്. അങ്ങ് ആരുടെ മുന്നിലും മുട്ടുമടക്കരുത്. എന്റെ കണ്ണിൽ അങ്ങ് ഇപ്പോഴും ചക്രവർത്തിയാണ്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി. അങ്ങയുടെ രാജ്യം നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങയുടെ പ്രതാപം അസ്തമിച്ചിട്ടില്ല. ഇന്നേക്ക് 3-ാം പക്കം സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതിന് മുൻപ് അങ്ങ് വീണ്ടും സിംഹാസനത്തിലേറും. ഈ മകളത് സാധിക്കും. വൈകിപ്പോയി മകളെ, വൈകിപ്പോയി. നിന്റെ പിതാവിന് ഒരിക്കലും മുമ്പത്തെ കിങ് ലിയർ ആവാൻ സാധിക്കില്ല. അധികാരത്തിന്റെ ചിഹ്നമായ ഈ തലപ്പാവ് ഇത് ഞാൻ നിനക്ക് സമ്മാനിക്കുന്നു. പകരം എനിക്ക് ഉൾക്കിരീടം മതി. കിങ് ലിയർ മരിച്ചു, കിങ് ലിയർ മരിച്ചു. പ്രഭു, ഇങ്ങനെയൊന്നും. മാതാവേ, അദ്ദേഹം അല്പസമയം വിശ്രമിക്കട്ടെ. ദുർവിധിയുടെ അശനിപാതം അദ്ദേഹത്തിന്റെ സമനില തിരിച്ചിരിക്കുന്നു. പിതാവിനിപ്പോൾ വിശ്രമമാണ് ആവശ്യം. അദ്ദേഹം ചെയ്ത വലിയൊരു തെറ്റിന്റെ ഫലം അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. സ്വന്തം പുത്രയിൽ ചിലരോട് മാത്രം പക്ഷപാതം കാണിക്കുന്ന മാതാപിതാക്കൾക്ക് ഇതൊരു പാഠമാവട്ടെ. എല്ലാ മക്കളെയും ഒരുപോലെ കാണാൻ ഭാവിയിലെങ്കിലും മാതാപിതാക്കൾക്ക് കഴിയട്ടെ. അക്കാലം വരെ ഈ നാടകത്തിന് തിരശീലയില്ല. വളരെ നന്നായി, താങ്ക് യു സർ. വളരെ നന്നായി, വളരെ നന്നായി. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ഈസി ആയിട്ട് അമ്മ സ്റ്റേജിൽ നിൽക്കുമെന്നുള്ളത്. അത് നന്നായി, നന്നായി, മൊത്തത്തിൽ നന്നായി. അത് നിങ്ങളുടെ ആ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നന്നായി. പിന്നെ ഇടയ്ക്ക് വെച്ച് മാത്രമേ 1-2 ഡയലോഗ് അവിടെ ഒന്ന് പോയി. പക്ഷെ അത് ഒരു പ്രൊഫൈലൊക്കെ കൊടുത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പക്ഷേ ബാക്കിയെല്ലാം വളരെ വളരെ നന്നായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ നന്നായിരുന്നു. താങ്ക് യു. പെർഫോമൻസ് വാസ് വെരി വെരി ഗുഡ്. താങ്ക് യു സർ. കിങ് ലിയർ മാത്രം ആദ്യമേ കുറച്ചൊന്ന് കുനിഞ്ഞൊക്കെ ഒന്നും നിവർന്ന് തന്നെ നിൽക്കാമായിരുന്നു അവസാനം വരെയും. അതൊരു ജസ്റ്റ് ആൻ ഒബ്സർവേഷൻ, ഡോണ്ട് ടേക്ക് ഇറ്റ് ടു ഹാർട്ട്. ആൻഡ് ഇറ്റ് വാസ് എ വെരി ഗുഡ് പെർഫോമൻസ്. വണ്ടർഫുൾ. താങ്ക് യു സർ. പെർഫെക്റ്റ് കപ്പിളിലേക്ക് എത്തുന്നു ശ്രീമാൻ വിജേഷും ശ്രീമതി പ്രിയയും പെർഫോമൻസ് റൗണ്ടിലേക്ക്. വിജേഷ്, പ്രിയ, ഈ ഒരു സംഭവം കാണുമ്പോൾ തന്നെ എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാവും. പാട്ട് ഡാൻസ് ആണല്ലേ? ഓക്കെ, അപ്പം എല്ലാവിധ ആശംസകളും. നന്നായി ചെയ്യാം. അവർ തന്നെയാണ് എല്ലാ കൊറിയോഗ്രാഫേഴ്സ് എല്ലാം അവർ തന്നെ. ഇതിന്റെ ബാക്കിയുള്ള പണിയൊക്കെ നിങ്ങൾ തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ ഐഡിയ തന്നെയാണ്. ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഞങ്ങളെ. ഓക്കെ 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 ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പെരുന്നാള് വന്നല്ലോ.
പ്രിയ, സിൻറ്റിലേറ്റിംഗ് പെർഫോമൻസ് പറയാതിരിക്കുന്നത്. താങ്ക് യു. ഈച്ച് ആൻഡ് എവറി മൂവ്മെന്റ് ഓഫ് യുവേഴ്സ്. ഓ, എന്ത് സുന്ദരമായിരുന്നു അറിയാം. താങ്ക് യു സർ. ആ ഒരു ഫിലിമിന്റെ ഓർമ്മ വന്നു നമുക്ക് മൊത്തത്തിലല്ലേ. അതെ, ആ പിക്ചറൈസേഷനും ആൻഡ് വെൽ കോറിയോഗ്രാഫ്. നിങ്ങൾ തന്നെയാണ് ചെയ്തത് അല്ലേ? ഫാന്റാസ്റ്റിക്. താങ്ക് യു സർ. നല്ല ആർട്ടിസ്റ്റും കൂടാണ്. ബേസിക് ഇവര് നല്ല ആർട്ടിസ്റ്റുകളും കൂടെ ആയിരിക്കണം. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ഇത് തീർച്ചയായിട്ടും ഈ ഭാഗത്തു നിന്നുള്ള കമൻറ്റാണ് ഏറ്റവും വലിയ കമൻറ്റായിട്ട് നമ്മൾ കാണേണ്ടത്. കാരണം ഞാൻ കുറ്റങ്ങളും കണ്ടുപിടിക്കാനും കൂടി ഇരിക്കുന്ന ഒരാളാണ്. ഇവിടുന്ന് പറയുന്ന കമൻറ്റാണ് മനസ്സിൽ തട്ടി പറയുന്ന കമൻറ്റ്. അതിനപ്പുറത്തേക്ക് എനിക്കൊരു കമൻറ്റ് പറയാനില്ല. വളരെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് പെർഫോമൻസ് ആയിരുന്നു. അതിലുപരി ആ മാല പൊട്ടിച്ചിട്ടത് സാധനമൊക്കെ വളരെ വളരെ ടച്ചിങ് ആയിരുന്നു നമുക്ക്. എനിവേ, ഉള്ളത് വെച്ചിട്ട് ഇത്രയും മനോഹരമായ ഒരു സദ്യ തന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഗുഡ്. വളരെ നന്നായി. ഇത്രയും എപ്പിസോഡുകളിലും വളരെ തിളക്കമുള്ള പെർഫോം കാഴ്ചവെച്ച ദമ്പതികളാണ് അവർ. അപ്പോൾ ഇന്നത്തെ ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ട് നന്നായിരിക്കുന്നു. കോസ്റ്റ്യൂം താങ്ക് യു സർ. ടോട്ടലി നന്നായിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് നീചശക്തിക്കുമേൽ മാതൃത്വം കൈവരിച്ച ഒരു മഹാവിജയത്തിൻ്റെ കഥ മാത്രമല്ല, ഏതൊരു ദുഷ്ടശക്തിക്കുള്ളിലും കരുണാർദ്രമായൊരു ഹൃദയമുണ്ടെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വരവം വെളിപ്പൂങ്കല മെയ്യണിഞ്ഞ കരിമ്പൂരം. ഇനിയാണ് കഥ തുടങ്ങുന്നത്. പണ്ടൊക്കെ ഈ പൂതം ഭയങ്കര ദുഷ്ടനായിരുന്നു. എന്നാൽ ഇപ്പോൾ അതാരെയും ഒന്നും ചെയ്യില്ല. എന്താന്നല്ലേ? കേട്ടോളൂ. മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊരുങ്ങി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊരുങ്ങി പിറന്നു. പാപ്പ കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. കാറ്റിയ മോരൊഴിച്ചൊപ്പി
പഠിച്ചിട്ടു കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിട്ടു മാനത്തം വെളി മാമനെ കാട്ടിട്ടു മാമ കൊടുക്കുന്നു നങ്ങേലി, മാമ കൊടുക്കുന്നു നങ്ങേലി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു കണ്ണും കാതുമുറച്ചു കഴിഞ്ഞു പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ ഉള്ളിൽ കൗതുകമേറി കഴിഞ്ഞു. ഉണ്ണി, ഈ ഓല എഴുത്താണിയും കളയാതെ സൂക്ഷിക്കണം. അങ്ങനെ നീങ്ങിപ്പോന്നൊരു തങ്കക്കുടത്തിന് വയലിന്റെ മൂലയിൽ ഇടവഴി കേറുമ്പോൾ പടപന്തൽ പോലുള്ളോരയാലിൻ ചോടത്തിൽ മറയും വരെ പടിപ്പുരയിന്നു നോക്കുന്നു നങ്ങേലി. ഈ സമയത്താണ് ഭൂതം ഉണ്ണിയെ കണ്ടത്. ആറ്റുവെളിച്ചത്തും ആമ്പലപ്പൂവോലെ ആടി കുഴഞ്ഞത്തെ അമ്പിളിക്കലരോലെ പൊന്നുകുടം പോലെ പൂവമ്പളം പോലെ പോയി വരുന്നോനെ കണ്ടു പോടും. പൂരത്തിനുള്ളിലൊരു കിളി തോന്നു, പൂരത്തിൻ മരത്തു കോരിത്തരിച്ചു. പൂരമരോമന പെൺകിടാവായി പൂത്തമരത്തിന്റെ ചോട്ടിയും നിന്നു. ഭൂതം ഓരോരോ അടവെടുത്ത് ഉണ്ണിയെ മെല്ലെ മെല്ലെ കൊണ്ടുപോയി. വെയിൽമങ്ങി മഞ്ഞ കതിരുപൊങ്ങി വിയരങ്കണത്തിലെ സാഗർ ചെങ്ങി. വെയിൽമങ്ങി മഞ്ഞ കതിരുപൊങ്ങി എഴുതുവാൻ പോയ കിടാവ് വന്നീല എവിടെ മങ്ങേലി നിന്നു തേങ്ങി. എൻ്റെ ഉണ്ണിയെ കണ്ടോ, എൻ്റെ ഉണ്ണിയെ കണ്ടോ, എൻ്റെ പൊന്നുണ്ണി, നീ ഈ അമ്മയെ വിഷമിപ്പിച്ച് എവിടെ പോയിരിക്കുക? പൂമരച്ചോട്ടിലിരുന്ന ഭൂതം അമ്മയുടെ കരച്ചിൽ കേട്ടു. പേടിപ്പിച്ചോടിക്കാൻ നോക്കി പൂരം പേടിക്കാതങ്ങനെ നിന്നാളമ്മ കാറ്റിൻ ചുഴലിയായി ചെന്ന് പൂരം കുറ്റിരണക്കന്നു നിന്നാളമ്മ കാട്ടുതിരിയായിട്ടും ചെന്നേ കെടുത്താളമ്മ നരിയായും പുലിയായും ചെല്ലൂരം കരികന്ത കുഞ്ഞിന് എന്നാളമ്മ കരികന്ത കുഞ്ഞിന് എന്നാളമ്മ. പൊന്നും മണികളും കിഴത്തി തന്നിടാം പൊന്നാരക്കൊത്തനെ ഞാനെടുക്കും. അപ്പൊന്നും നോക്കാതെ അമ്മനെ നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂന്നെടുത്തു. ഇതിലും വലുതാണ് എനിക്കെൻ്റെ ഉണ്ണി. എനിക്കെൻ്റെ ഉണ്ണിയെത്താ, എനിക്കെൻ്റെ ഉണ്ണിയെത്താ. അമ്മയ്ക്ക് കണ്ണില്ലല്ലോ. ഭൂതം ഒരടവെടുത്തു. തെച്ചിക്കോടി പറിച്ചു ഭൂതം ചേനം മന്ദം ജപിച്ചു ഭൂതം മറ്റോരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം മാൻപുരെടുക്കുന്നോടി ഭൂതം.
മോനെ, എൻ്റെ ഉണ്ണി, എൻ്റെ ഉണ്ണി. പെറ്റ വയറിനെ വഞ്ചിക്കാൻ ശ്രമിച്ച പൊട്ട പൂതമേ, നിന്നെ ഞാൻ ശപിക്കുന്നു. ഞെട്ടി വിറച്ചു മരിച്ചു പൂരം കുത്തേ വേഗം പെട്ടുകൊടുത്താൾ. അമ്മേ നിങ്ങളുടെ തങ്ക കുഞ്ഞിനെ ഞാനിനി മേലിൽ മറച്ചു പിടിക്കില്ല. പേടിച്ചു വിറച്ച പൂതം അമ്മയ്ക്ക് കണ്ണുകൾ തിരികെ നൽകി. എന്റെ പൊന്നു മോനെ വാ. പൂതത്തിന് സങ്കടം സഹിക്കാനായില്ല. യാത്ര തിരിച്ചിടുമുന്നേ വാരിയെടുത്തു പുണർന്ന പൂതാവിങ്കൽ പല ഗുരുതണ്ടിച്ച ഗുരുതന്നാൽ പാവം തന്നെ ചോല ചെറിഞ്ഞു നിൽപ്പൊരു പൂരത്തോടു പറഞ്ഞാൽ അപ്പോൾ നിരന്തരയായി അന്തിരകതിനും പെറ്റോരമ്മ. പൂതമേ, നീ വിഷമിക്കേണ്ട. ആണ്ടോടാണ്ട് മകരക്കൊയ്ത്ത് കഴിയുമ്പോൾ നീ വരണം ഉണ്ണിയെ കാണാൻ, ഞങ്ങളുടെ വീടിന് മംഗളമേകാൻ. ഇന്ന് പിറന്നൊരു വീരേതെന്ന് തിരഞ്ഞു പിരിക്കണം, അത് ചോദിക്കാൻ വിട്ടും പോയി പറഞ്ഞതുമില്ലത് എന്നതുകൊണ്ടും കണ്ടാൽ തന്റെ കിടാവിനെ വീണ്ടും കൊണ്ടോടിപ്പോണെന്നു ഭയന്നു ചിത്തമരാർക്കറിയ. എന്നാൽ ഉണ്ണിയുടെ വീടറിയാത്ത പൂതം ഇന്നും ആണ്ടോടാണ്ട് ഉണ്ണിയെ തിരഞ്ഞ് വീടുകളിലെത്തുന്നു. കൊത്തും കലർന്നോട്ട് ചിലമ്പിൻ കലമ്പലുകൾ അയ്യ വരവം വെളിപ്പൂങ്കല മെയ്യണിഞ്ഞ കഴിമ്പൂരം. ഈ എടശ്ശേരിയുടെ പൂതപ്പാട്ട് ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. അന്ന് മുതൽ ഇതിൻ്റെ വരികളൊക്കെ ഹൃദയസ്ഥമാക്കിയിട്ട് നമ്മൾ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അല്ലാണ്ട് മനസ്സിനെ സ്പർശിച്ചു. ഈ തീം നിങ്ങൾ സെലക്ട് ചെയ്തതിന് ആദ്യം നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അമ്മ കുഞ്ഞ് എന്ന് അതിന് പ്രത്യേകിച്ചും പ്രഗ്നൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്കത് അങ്ങനെ ഒരു തോന്നൽ എന്താണെന്നറിയില്ല. എന്തായാലും അതിന് ആദ്യമായിട്ട് ഈ തീം സെലക്ട് ചെയ്തതിന് നിങ്ങൾ വിജേഷ് ഡാൻസർ അല്ലേ? വിജേഷ് ഒട്ടും ഡാൻസർ അല്ല. ഞാനത് ചോദിക്കാൻ വരെയായിരുന്നു. കാരണം ശരിക്കും ഡാൻസറായിട്ട് അല്ല, മിസ്സസ് പറഞ്ഞു കൊടുക്കുന്ന വിജേഷിന് വരുന്ന മൂവ്മെന്റ് ആണ് പാവം പുള്ളി പറഞ്ഞു കൊടുക്കുന്നത്. അത് ശരി ശരി. പക്ഷെ ഈ കുട്ടി അസലായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. നല്ല ഡാൻസറാണെന്നുള്ള ഡാൻസ് പഠിച്ചിട്ടുണ്ട്. നല്ല ഭാവമുണ്ട്, നല്ല ചലനങ്ങളെല്ലാം നന്നായിട്ടുണ്ട്. വിജേഷ് ഭൂതമായിട്ട് ശരിക്കും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഡാൻസർ എല്ലാം തോന്നിയില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു എഫേർട്ട് നിങ്ങളുടെ പക്ഷെ ഈ ഭൂതത്തിന് ഒരു ഗുണമുണ്ട്. കാരണം ഈ ഭൂതം സ്നേഹം തരുന്ന ഭൂതമാണ്. ഞാൻ ഉണ്ണികളെ ഉപദ്രവിക്കാറില്ല. ഈ ഭൂതം എല്ലാ വർഷവും വരുന്ന ഭൂതം ഉണ്ണികളെ ഉപദ്രവിക്കാറില്ല എന്നാണ് എടശ്ശേരിയും അത് ആ പാട്ടിൽ അവസാനിപ്പിച്ചില്ല, കവിതയിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നന്നായിട്ടുണ്ട്. അതെ, പൊതുവെ നന്നായിട്ടുണ്ട്. കാരണം ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചുകൂടെ. നന്നായിട്ടുണ്ട്. നല്ല താങ്ക് യു. പിന്നെ എനിക്ക് തോന്നിയത് ഒരു സംഭവം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണ് പോയതിന് ശേഷം തിരിഞ്ഞു നോക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് വിജേഷ് ചെന്നതുകൊണ്ട് കണ്ണ് കാണാൻ വയ്യാത്തൊരവസ്ഥ കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പ്രിയ അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഭൂതത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് അങ്ങോട്ട് പോയി എന്നുള്ളതാണ് സത്യം. പക്ഷെ അത് ഇപ്പം നമ്മൾ അതിൻ്റെ എന്തെങ്കിലും ശരിയും തെറ്റും പറയാൻ ബാധ്യസ്ഥരായതുകൊണ്ടാണ് അത്രയ്ക്ക് പോയത്. ബാക്കിയൊന്നും എനിക്ക് കുറ്റമായിട്ട് തോന്നില്ല. ഇപ്പം കമൽ സാറ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് അത് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതെ, ആ ഈ കണ്ണീരിറ്റ് വീഴുന്നത് ഞാൻ കണ്ടു അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ. അത് വളരെ ഭംഗിയായി മനസ്സിൽ തട്ടിയാണ് നിങ്ങൾ ചെയ്തതെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞാൽ ഇടശ്ശേരി ഈ സംഭവം തന്നെ നമുക്കും അറിയാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു ഭാവം കൂടെ ഇവിടെ കണ്ടപ്പോൾ നമുക്കത് വീണ്ടും ആ പഴയ ഒരു ലോകത്തേക്ക് നമ്മൾ ആ ഒരു പ്രായത്തിലേക്ക് ഞങ്ങൾ പോയി എന്നുള്ളതും ശരി തന്നെയാണ്. എനിവേ നന്നായിരുന്നു. നല്ല ടൈമിംഗ്, നല്ല വേഷമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, നല്ല ഭംഗിയുണ്ട് വേഷവും കാണാൻ എന്ന് പറഞ്ഞതാണ്. എനിവേ നന്നായിരുന്നു. വിഷ് ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് വെക്കുക. എന്നാൽ എങ്ങനെ
നിങ്ങൾ കേരളത്തിനെ രൂപപ്പെടുത്തിയെടുക്കും? നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് വെക്കുക എങ്കിൽ എങ്ങനെ നിങ്ങൾ കേരളത്തിനെ രൂപപ്പെടുത്തിയെടുക്കും? സർ, ആദ്യം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹമുണ്ട്. കാര്യം ആദ്യം ചെയ്യുന്ന കാര്യം ജാതി സംവരണത്തിന് പകരം സാമ്പത്തിക സംവരണം വയ്ക്കും. പിന്നെ രണ്ടാമത് ഭരണരീതി കുറച്ചുകൂടി സുതാര്യമാക്കും. എങ്ങനെ സുതാര്യമാക്കും? സുതാര്യമാക്കും എന്ന് വെച്ചാൽ ഇപ്പം ജനങ്ങൾക്ക് കുറച്ചുകൂടെ പങ്കാളിത്തമുള്ള രീതിയിലാക്കി. ഇപ്പോൾ വോട്ട് ചെയ്യാന്നതിൻ്റെ അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് പങ്കാളിത്തമൊന്നുമില്ല സത്യം പറഞ്ഞാൽ. കാര്യം എന്താ വെച്ചാൽ വോട്ട് ചെയ്ത് എത്തിപ്പെടുന്ന ആളുകൾ ആരാണോ സെലക്ട് ചെയ്യുന്നത് അവരുടെ ഒരു രീതിയിലാണ് ഭരിച്ചു പോകുന്നത്. അതിൽ ജനങ്ങൾ ഇപ്പോൾ ഞാൻ സപ്പോസ് ഞാൻ ആവുകയാണെങ്കിൽ ഞാൻ പഞ്ചായത്ത് തലം മുതൽ എനിക്ക് ചിലപ്പോൾ മുഖ്യമന്ത്രി ആകുമ്പോൾ ഒരുപാട് തിരക്കുകളുണ്ടാവും, നേരിട്ട് പോയി ചെയ്യാൻ പറ്റില്ല കാര്യങ്ങൾ. പക്ഷേ പഞ്ചായത്ത് തലം മുതൽ തന്നെ ജനങ്ങൾക്ക് അവരുടേതായ സജഷൻസ് എങ്ങനെ വെക്കാം എന്നുള്ളത്, അവരുടേതായ സജഷൻസ് എന്തൊക്കെ ആയിരിക്കുമെന്ന് അത് പഞ്ചായത്ത് തലത്തിൽ അറിയിച്ച് അവിടുന്ന് പിന്നെ ബ്ലോക്ക് തലത്തിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ എൻ്റെ അടുത്ത് എത്തുന്നവരെ ഉള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കും, ഗഹനമായി അന്വേഷിക്കും. പിന്നെ ഇപ്പോഴുള്ള ഈ ഹർത്താൽ പോലുള്ള ജനവിരുദ്ധമായ കാര്യങ്ങൾ അത് മാക്സിമം ഒഴിവാക്കുക തന്നെ ചെയ്യും. അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും? പ്രത്യേകിച്ച് ഒരു യൂണിയൻ, പല യൂണിയൻ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഹർത്താൽ കൊണ്ട് മാത്രം ജനങ്ങളുടെ പ്രതികരണ ശേഷി എങ്ങനെ നിർത്തലാക്കാൻ സാധിക്കും? എന്തെങ്കിലും ബാക്കി ജനങ്ങൾ ഞാൻ പറയുമ്പോൾ ഹർത്താൽ കുറ്റകരമായ ഒരു കാര്യമായി മാറ്റും. ഹർത്താൽ പ്രഖ്യാപിക്കുന്നതും ബന്ദ് നടത്തുന്നതും കുറ്റകരമാക്കി തന്നെ മാറ്റും. അല്ല, ഇന്നും ഹർത്താൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നില്ല, ബന്ധാണെന്ന് തോന്നുന്നു. ഇല്ല, ബന്ധിനാണ് പ്രശ്നം, ഹർത്താലിന് പ്രശ്നമില്ല. അത് നിർബന്ധിതമായിട്ടും ഇപ്പോൾ ഒരാൾക്ക് കട അടയ്ക്കേണ്ട ഒരു ആവശ്യമില്ലാതെ ഇപ്പോൾ ഒരു വീക്കിൽ ഒരു ദിവസം കട അടയ്ക്കണം എന്നുള്ള നിയമമുണ്ട്. ആ നിയമത്തിനപ്പുറം ഒരു കാരണമില്ലാതെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒന്നിച്ച് കട അടയ്ക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതെയാക്കും. ഇപ്പം നമ്മുടെ കേരളത്തിൽ സാമ്പത്തികപരമായിട്ട് ഒരുപാട് തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പലയിടത്തുനിന്നും നമ്മൾ വെളിയിലുള്ള ബാങ്കിൽ നിന്ന് നമ്മൾ ഇത്ര കോടി രൂപ കടമെടുത്തു, അതിൽ ഇത്ര രൂപ ചിലവാകുന്നു, അത്ര രൂപ ചിലവാകുന്നു എന്ന് ഭരണപക്ഷത്തിൽ വരുന്നവർ പ്രതിപക്ഷം ഭരണപക്ഷത്തെ കളിയാക്കുകയും ഭരണപക്ഷത്തിൽ പ്രതിപക്ഷമാകുമ്പം അവർ തിരിച്ച് അതേപോലെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു കോമിക് ബോബനും മോളിയും കളി പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് സാർ പറഞ്ഞ പോലെ തന്നെ ബോബനും മോളിയും കളി തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ ഇത് നമ്മളിപ്പോൾ കട എടുക്കുന്ന പൈസ അത് എന്തിനു വേണ്ടി കട എടുക്കുന്നു എന്ന് ജനങ്ങൾ അറിയുന്നില്ല. ഇപ്പം ജനങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം സപ്പോസ് ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം കേരളത്തെ സംബന്ധിച്ച് ജലക്ഷാമം രൂക്ഷമാണെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ മാത്രമല്ല, വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ വളരെ 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 മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാര്യം ഇപ്പോൾ DPP എന്ന് പറഞ്ഞ് 10 വർഷം കുട്ടികളെ പരീക്ഷിച്ചു. ആ 10 വർഷം പരീക്ഷിച്ച അത് വിദ്യാഭ്യാസ രീതി ശരിയല്ലെന്ന് പറഞ്ഞു. ഈ 10 വർഷം പഠിച്ച കുട്ടികളുടെ അവസ്ഥ എന്താ? ആ വിദ്യാഭ്യാസ രീതി ശരിയല്ല എന്ന് പറഞ്ഞ പഠിച്ച കുട്ടികൾ അവർ CBSEയും സെൻട്രൽ സിലബസും പഠിച്ച കുട്ടികളോടാണ് ഒരു IASനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനോ പോയിട്ട് ഫൈറ്റ് ചെയ്യേണ്ടത്. അവർ പഠിക്കുന്ന സിലബസും ഇവർ പഠിക്കുന്ന സിലബസും ഇപ്പോൾ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളപ്പെടുമ്പോൾ ഈ കുട്ടികൾ ക്വാളിറ്റി ഇല്ലാത്ത കുട്ടികളാണ്. ഈ 10 വർഷം പഠിച്ച കുട്ടികൾക്ക് ഒരു ക്വാളിറ്റി ഇല്ല. ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെറുതെ അധമമായിട്ടൊന്നും ചിന്തിക്കാത്ത കാര്യങ്ങളിലേക്ക് എടുത്ത് ചാടൂല. കാര്യം മറ്റുള്ള രാജ്യങ്ങൾ പരീക്ഷിച്ച് അവർ വിജയം കൈവരിച്ച ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മൾ കൊണ്ടുവരുന്നതെങ്കിൽ അതിൽ നമ്മുടെ ഈ നമ്മുടെ ഈ കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെയോ ഒരു രീതിക്കും കൂടെ ചേർത്തിട്ട് അതിനൊന്ന് കോർത്തിണക്കിയിട്ട് നല്ലൊരു രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. അത് CBSE ആയാലും പിന്നെ നമ്മുടെ സാധാ സിലബസ് ആയാലും ആ രീതി തന്നെയായിരിക്കും കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറഞ്ഞു വന്നത് ഇതാണ്, കേരളത്തിന്റെ നിയമസംഹിത തന്നെ കുറച്ച് മാറ്റേണ്ടിയിരിക്കും. ഇവിടെ ഭരണത്തിലിരിക്കുന്നവരും പ്രതിപക്ഷത്തിലിരിക്കുന്നവരും കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങൾക്കെതിരായി സത്യസന്ധമായി ജനങ്ങളെ സേവിക്കാൻ വേണ്ടി മാത്രം ജനസേവകരായി ഇറങ്ങണം എന്നുള്ളതാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്. അതെ. നിങ്ങളൊരു മുഖ്യമന്ത്രിയായ തീർച്ചയായിട്ടും കേരളത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി കേരളത്തിനെ ഒരു പുതിയ തലത്തിലേക്ക്, ഒരു പുതിയ സമൂഹത്തിനെ, ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു വന്നതിന് അർത്ഥം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി സാറിന് വല്ലതും ചോദിക്കണ്ടോ? ഒരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞത്, ഈ ജാതി സംവരണത്തിന് പകരം സാമ്പത്തിക സംവരണം കൊണ്ടുവരണം പറഞ്ഞത് എൻ്റെ ഉദാഹരണം മാത്രം വെച്ച് തന്നെയാണ് ശരിക്കും. കാരണം +2 എനിക്ക് മാർക്ക് നന്നായിട്ടുണ്ടായിട്ട് പോലും പിന്നെ മെഡിസിന് പോകുന്ന സമയത്ത് അഡ്മിഷൻ കിട്ടാത്ത ആ ഒരു കാരണം കൊണ്ട് മാത്രം അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥ വന്നു. സാമ്പത്തികമായിട്ട് വളരെ പിന്നോട്ടാണ്. എന്നിട്ട് പോലും ഈ ജാതിയുടെ ആ ഒരു കാര്യം കൊണ്ട് മാത്രം ഒറ്റ കാര്യം കൊണ്ട് കിട്ടാതെ വന്ന. അപ്പം ശരിക്കും അത് എന്തായാലും മാറ്റേണ്ട കാര്യമാണ്.
അത് മാത്രമല്ല സർ, ഈ വിദ്യാഭ്യാസ രീതിയിൽ വരുത്തേണ്ട മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി കലാപരമായിട്ടോ അല്ലെങ്കിൽ കായികപരമായിട്ടോ കുട്ടിക്ക് ഒരു 4 സ്റ്റേറ്റിൽ പോയിട്ട് 4 A ഗ്രേഡോ അല്ലെങ്കിൽ കുട്ടി ഒരു 2 പ്രാവശ്യം കലാതിലകോ ആയിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അതിന് അഡ്മിഷൻ കൊടുക്കുന്ന ഒരു രീതിയാണ് സർ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കലാപരമായിട്ട് കുറച്ച് ഡാൻസിലോ അല്ലെങ്കിൽ പാട്ടിലോ കഴിവുള്ള ഒരു കുട്ടിയെ മെഡിസിനിലേക്ക് അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ആ കുട്ടി ചിലപ്പോൾ ആ കുട്ടിയെ കൊണ്ട് നമുക്കൊരു നല്ല ഡോക്ടറെ കിട്ടുന്നില്ല സർ. നല്ലൊരു ഗായികയെ ചിലപ്പോൾ നഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ കലാപരമായിട്ട് കഴിവുള്ള കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള സംവരണം കൊടുക്കണം. അവർക്ക് കലാപരമായിട്ട് ഉയരാനുള്ള സാധ്യതകളാണ് സർ കൊടുക്കേണ്ടത്. വിദ്യാഭ്യാസപരമായിട്ട് കഴിവുള്ളവർക്കാണ് സർ അത് വിദ്യാഭ്യാസം കൊടുക്കണം. അപ്പൊ നല്ലൊരു ഡോക്ടറെ നമുക്ക് നഷ്ടമാവും, നല്ലൊരു കായികയെ നഷ്ടമാവും. സർ പറഞ്ഞത് ഏതായാലും നിങ്ങൾക്ക് തന്നെ ഈ ചോദ്യം കിട്ടിയത് നന്നായി. കാരണം നിങ്ങളുടെ അനുഭവത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു ദിവസം മുഖ്യമന്ത്രിയാവാൻ ഇടവരട്ടെ. കഴിവതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സാധിക്കട്ടെ. ഒപ്പം അവരെ തുണയ്ക്കാൻ കൂടുള്ള ആളും തയ്യാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. കുടുംബത്തിൻ്റെ നിർവചനം, അതാണ് ക്വസ്റ്റ്യൻ. ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തമുള്ള ഒരു വ്യവസ്ഥ മാത്രമേ ഉള്ളൂ. പങ്കാളിത്തത്തിൻ്റെ കാര്യത്തിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പുറമെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ സജഷൻസ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഒരു വ്യവസ്ഥ. ഓക്കെ. പിന്നെ സർ ഒരു കാര്യം, ഇപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു കാര്യം ഒരാൾ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കാതെ 2 പേർക്കും കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി വേണം, ചെയ്യാനുള്ള കാര്യം. പിന്നെ ഒരാൾ പറയുന്ന അഭിപ്രായം മറ്റാൾക്ക് സ്വീകാര്യമായിരിക്കണം. പരസ്പര ധാരണയോട് കൂടിയുള്ള ഒരു ജീവിത വ്യവസ്ഥ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾ കൊടുക്കുന്ന വിലപ്പെട്ടത് എന്താണ്? സ്നേഹം. ഇപ്പോ ഈ സെക്കൻഡിൽ ഈ സെക്കൻഡിൽ ശ്രീമാൻ വിജേഷിനെയും പ്രിയയും ക്ഷണിക്കുന്നു. വിജേഷ്, പ്രിയ, നിങ്ങൾ പെർഫോമൻസ് റൗണ്ടിൽ നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഗ്രൂപ്പിൽ ഞങ്ങൾ കടപ്പെട്ടവർ നിങ്ങളുടെ കൂടാണ്. കാരണം പ്രഗ്നൻ്റാണ് സ്റ്റാർട്ടിങ്ങിൽ ഇതിന് വരുമ്പോഴേ. അപ്പോൾ അന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു ഇനി അങ്ങോട്ട് ഇത്ര മാസങ്ങൾ പോകുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കില്ല, ഞങ്ങളിതിൽ പങ്കെടുക്കും എന്തു വന്നാലും. ഒരുപക്ഷെ ഇപ്പം എൻ്റെയും ചേട്ടൻ്റെയൊക്കെ ഫാമിലി നമ്മുടെ അമ്മമാരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രഗ്നൻ്റ് ആയ സമയത്ത് സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതും വളരെ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത മൂമെൻറ്റ്സും അല്ല, വളരെ ടഫായിട്ടായിരുന്നു ഓരോ മൂമെൻറ്റും ഇവിടെ ചെയ്തത്. ഈ ഒരു പേര് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തല്ല പെർഫോം ചെയ്ത്. അതിന് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പൊക്കെ പ്രിയയ്ക്ക് നന്ദി പറയുന്നു. ഇനി ചേട്ടൻ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ വിജേഷിനോട് ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഈ ഒരു അവസ്ഥയിൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം സത്യത്തിൽ ചിലപ്പോൾ വിജേഷിനുണ്ടാവില്ല. എനിവേ, ആ ഒരു സ്പിരിറ്റ്, ഈ കലയോടുള്ള അതിനോടുള്ളൊരു ആത്മാർത്ഥത ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നിങ്ങളൊരു എന്താ പറയുക, പ്രിയയുടെ പെർഫോമൻസ് എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. അതിലെ ഈ ഡയലോഗ്സിൻ്റെ മോഡുലേഷൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ സ്റ്റേജിൽ നിൽക്കുന്ന ബാലൻസിങ്ങിൻ്റെ കാര്യത്തിലായാലും എന്താ പറയുക, മറ്റ് കൂടെ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് എത്രത്തോളം മിങ്കിൾ ചെയ്യാമോ അത്രത്തോളം മിങ്കിൾ ചെയ്ത് അയാളെയും കൂടെ നമ്മളിലേക്ക് കൊണ്ടുവരാനൊരു ശ്രമം നടത്തുന്നതിൻ്റെ പേരിലും അതൊക്കെ നന്നായിരുന്നു. പക്ഷേ വിജേഷ് 1-2 സ്ഥലങ്ങളിൽ വിജേഷിനൊരു ടൈമിങ്ങിൻ്റെ ഒരു പ്രശ്നം, പക്ഷെ അതൊരു ഭീകരമായ പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ പോലും അത് നോട്ടീസ് ചെയ്യേണ്ട സംഭവമാണ്.
ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ജഡ്ജ് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഞങ്ങളെ ഏൽപ്പിച്ചേക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതിൻ്റെ പേരിലാണ് അങ്ങനെയുള്ള ചില പാളിച്ചകൾ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തേക്കുന്നത് മനപ്പൊരുത്തം എന്ന റൗണ്ടിൽ തന്നെയാണ്. അതിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് കൺഗ്രാറ്റ്സ് അറിയിക്കുകയാണ്. കാരണം ഈ നമ്മുടെ ഇത്രയും കണ്ടസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരിക്കുന്നത് മനപ്പൊരുത്തം റൗണ്ടിൽ നിങ്ങൾക്ക് തന്നെയാണ്. പക്ഷേ ചോയ്സ് റൗണ്ടിലും പെർഫോമൻസ് റൗണ്ടിലും നിങ്ങൾക്ക് മാർക്ക് ഒട്ടും തന്നെ കുറവല്ല. എങ്കിൽ പോലും 70 മാർക്കോടെ നിങ്ങൾ വിൻ ചെയ്തിരിക്കുന്നു. എനിക്ക് കാലുണ്ട്, 2 കാലുണ്ട്. ഒന്നും കുഴപ്പമില്ല, തൊട്ട് തൊഴുതുകൊണ്ട് വിഷമമില്ല, തൊഴുതോളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസിനെ പറ്റിയിട്ടും നമ്മുടെ അനുഭവത്തെ പറ്റിയിട്ടും 2 വാക്ക് പറയാം. ഞാൻ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് എൻ്റെ പാലയുടെ അടുത്ത് തന്നെയാണ്. കാര്യം ഈ ചുങ്കർ പ്രിൻസിപ്പളുടെ ഫസ്റ്റ് സ്റ്റേജിലാണ് ഞാൻ ആദ്യമായിട്ട് ഡാൻസ് ചെയ്യുന്നത് ലൈഫിൽ തന്നെ. അത് ഇവളെ ഒരുപാട് മെനക്കെട്ടിട്ടാണ് എന്നെ അതിന് പ്രാപ്തനാക്കിയത്. ചില സമയത്ത് ഡാൻസ് പഠിപ്പിക്കാൻ നോക്കിയിട്ട് ഒരുപാട് പാട്ട് സെലക്ട് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് സ്യൂട്ടാവില്ല, ഇവള് ചെയ്യും പക്ഷെ എനിക്ക് സ്യൂട്ടാവില്ല. അപ്പോൾ എനിക്ക് സ്യൂട്ടാവുന്ന പാട്ട് എനിക്ക് പറ്റുന്ന മൂമെൻറ്റ്സിൽ ഇവളെന്നെ പഠിപ്പിക്കുകയായിരുന്നു. വേറെ ആര് കൊറിയോഗ്രാഫി ചെയ്താലും അങ്ങനെ പറ്റില്ല. അപ്പോൾ ഇവക്കറിയാം, എൻ്റെ കൂടെ ജീവിക്കുന്ന അവക്കറിയാം ഞാൻ എങ്ങനെയാ ചെയ്യുക, എന്ത് ചെയ്യാൻ പറ്റും. അതോ അങ്ങനെയാ പഠിച്ചത്. പിന്നെ ഇവിടെ താങ്ക്സ് പറയേണ്ട വേറെ ഇവിടെയുള്ള എല്ലാവരുടെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് എല്ലാവരും ഭയങ്കര കെയറിങ് ആണ്. ഒന്ന് ക്ഷീണം തോന്നുമ്പോൾ ഗ്ലൂക്കോസ് വേണോ, ചായ വേണോ, പിന്നെ ഒന്ന് വീഴാൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റുമോ എന്ന് ചോടി വന്ന് പിടിക്കാനും ഇവിടെയുള്ള എല്ലാവരും ഓരോരുത്തരും ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സെറ്റിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ചേട്ടൻ എല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ സാധനം വേണമെന്ന് പറയുമ്പോൾ അത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി എടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഞങ്ങൾ തന്നെ പോയിട്ട് വാങ്ങിക്കും. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഇവിടെ അറിയാത്ത സ്ഥലം അറിയാത്തതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടിയിട്ട് പോയിട്ട് അവിടെ ഉണ്ട്, അവിടെ നിന്ന് പോയിട്ട് വാങ്ങിച്ച് ഓലയൊക്കെ ചുമന്ന് കൊണ്ടുവന്ന് വണ്ടിയിൽ വെച്ചിട്ട് ഒരുപാട് ഹെൽപ്പായിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാവരും. അമ്മയ്ക്ക് നന്ദിയുണ്ട്. അമ്മ ആദ്യമായിട്ട് ഈ വയസ്സിലാണ് അമ്മ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത്. അപ്പം അമ്മേനെ സ്റ്റേജ് കയറ്റാൻ പറ്റി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അതിനും കൂടി പറ്റി സ്ക്രിപ്റ്റ് മുതലാക്കി കേട്ടോ, മുതലാക്കി. രണ്ടു വശം മുടി ഇങ്ങനെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഇന്ത്യയിലും മാക്സിമം സൂക്ഷിച്ചൊക്കെ ഇരിക്കുന്ന ക്യാമറാമാനെ ഒക്കെ നോക്കും. ഗ്രേറ്റ് അമ്മേ. സ്റ്റേജിലെ രംഗത്തിന് ബാല്യമുണ്ട്. പിന്നെ സാർ ഞങ്ങൾക്ക് പറയാൻ, ഞങ്ങൾ ഇതുവരേക്കും ഇവിടെ ചെയ്ത എല്ലാ സ്കിറ്റുകളും എല്ലാ ഡ്രാമ കർണൻ ചെയ്താലും ഇതും ഒക്കെ ഞങ്ങൾ തന്നെ അല്ല, നിങ്ങൾക്കത് പ്രൗഡോട് തന്നെ പറയാം, നിങ്ങൾക്കത് അന്തസ്സോടെ തന്നെ പറയാം. നിങ്ങൾ തിരഞ്ഞെടുത്തതാണ്. നിങ്ങൾ തിരഞ്ഞെടുത്തിനകത്ത് നിങ്ങൾ കാണിച്ചതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി, നിങ്ങൾ നിങ്ങളുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ തിരഞ്ഞെടുത്തതിൻ്റെ രീതി, നിങ്ങളുടെ കഥാപാത്രം അറിഞ്ഞ് നിങ്ങൾ പെരുമാറേണ്ട രീതി, അല്പമെങ്കിലും ഒരു ചെറിയ ഒരു വ്യതിയാനമുള്ളത് നമ്മളിൽ നിന്നാണ്. എങ്കിൽ പോലും അത് ബാലൻസ് ചെയ്യാൻ കഴിവുള്ളൊരു പാർട്ണറെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള സംഭവം. അത് ജീവിതത്തിലായാലും കലാലോകത്തായാലും എവിടെയായാലും നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യാനും നമ്മളെ മനസ്സിലാക്കാനും നമ്മളെന്താണെന്ന് മനസ്സിലാക്കാനും കഴിവുള്ളൊരു പാർട്ണറെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുകയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് ആശംസിക്കുന്നു. എല്ലാ വിജയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്ലീസ്. ഈ മത്സരത്തിനെ അർത്ഥവത്താക്കിയ മത്സരാർത്ഥികളായിരുന്ന ദമ്പതികളെ ഇതാ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ നമ്മൾ ഫൈനൽ റിസൾട്ട് പറയാൻ പോവുകയാണ് അല്ലേ? ഇനിയിപ്പോൾ ഏതായാലും പാവങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് നേരത്തെ ഇവരോട് പറഞ്ഞ പോലെ തന്നെ ഇനി ഇത് കേട്ടിട്ട് ടെൻഷൻ ആവും. അതെ, അതാണ് ഏതായാലും ഇവരോട് പറഞ്ഞ പോലെ തന്നെ ചില കാര്യങ്ങളിൽ വന്നുള്ള നേരിയ വളരെ നൂലിഴയ്ക്കുള്ള വ്യത്യാസത്തിലാണ് ഈ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും മാറിപ്പോകുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു മത്സരമാകുമ്പോൾ അതിൻ്റെ ഒരു വിധിയുടെ ഭാഗം കൂടിയാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റും. അപ്പോൾ ഏതായാലും നമ്മൾ പ്രഖ്യാപിക്കാൻ പോവാണ് 1ാം സമ്മാനത്തിന് അർഹരായിട്ടുള്ള ദമ്പതികൾ. അതായത് നമ്മുടെ പെർഫെക്റ്റ് കപ്പിൾ എന്ന് പറയുന്ന സ്ഥാനത്തിന് അർഹരായ ദമ്പതികളെ ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതിലേറ്റവും വലിയ സന്തോഷമുള്ള കാര്യം, എനിക്കിവിടെ വന്നപ്പോൾ കൽപ്പന പറഞ്ഞ ഒരു വാക്ക് ഇപ്പം എൻ്റെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ ആണെങ്കിലും ഒരു യാഥാർത്ഥ്യം, അതിൻ്റെ അകത്തൊരു സത്യമുണ്ട്. അത് അറിഞ്ഞിട്ടൊന്നും സംഭവിച്ചായിരിക്കില്ല, പക്ഷെ അത് അങ്ങനെ സംഭവിച്ചു പോയി. കാരണം എന്താ പറയുക, ഈ ഭൂമിയിലേക്ക്
കണ്ണു തുറക്കാൻ പോകുന്ന കൺമിഴിക്കാൻ പോകുന്ന പുതിയൊരു ശിശുവിന് കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. 1ാം സമ്മാനം വിജേഷ് ആൻഡ് പ്രിയ. ഇതിൽ 1ാം സമ്മാനം 25 പവനും ഒരു മലേഷ്യ ട്രിപ്പുമാണ്. ഇത് സ്നേഹപൂർവ്വം ഞാൻ വിജേഷ് പ്രിയ ദമ്പതികൾക്ക് ഞങ്ങൾ എല്ലാവരോടും പ്രിയ വിജേഷ്. സാർ ഒരു നിമിത്താണോ എന്നറിയില്ല സാർ. ഫസ്റ്റ് ഈ പരിപാടിക്ക് ഞങ്ങളിവിടെ പരിപാടി പങ്കെടുക്കാൻ വന്ന സമയത്ത് തന്നെ നാട്ടിൽ നിന്ന് ഞങ്ങൾ ഈ പ്രോഗ്രാം നമ്മുടെ പെർഫെക്റ്റ് കപ്പിൾ കണ്ടിരുന്ന ഒരു ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർ തന്നെ ഞങ്ങളോട് ചോദിച്ചിരുന്നു, ഇത് നിങ്ങളുടെ ഫോട്ടോ ആണോ ഇതിലിങ്ങനെ കൊടുത്തതെന്ന് ചോദിച്ചിരുന്നു. ഞങ്ങളുടെ ഫോലോയുണ്ട് നിങ്ങളുടെ ഫോട്ടോ, നിമിത്തമായിട്ടാണോ എന്നറിയില്ല സാർ. അങ്ങനെ പിന്നെ സന്തോഷം സാർ, നന്ദി പറഞ്ഞാൽ തീരില്ല സാർ. കൽപ്പന ചേച്ചി, സാറ്, എല്ലാവരും സാർ, പിന്നെ ഗായത്രി, രാജേഷ് ഏട്ടൻ, സുരേഷ്, നന്ദി പറഞ്ഞാൽ തീരില്ല സാർ. എല്ലാവരോടും പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ഈ അവസ്ഥയിൽ എന്നെ നന്നായിട്ട് അല്ല ഒരിക്കലും പ്രിയ ഞങ്ങളടുത്തല്ല നന്ദി പറയേണ്ടത്. കാരണം ഈ സ്റ്റേജിൽ വരികയും ഇത്രത്തോളം ഈ ഒരു അവസ്ഥയിലും ഇത്രത്തോളം പെർഫോം ചെയ്യാൻ കാണിച്ച ആ ഒരു മനോധൈര്യവും അതിനെ സപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ ഹസ്ബൻഡിനെയാണ് സത്യത്തിൽ അതിന് നിങ്ങൾ അംഗീകരിക്കേണ്ടതും നിങ്ങൾ അതിന് ഒരു സ്നേഹമാണ് പ്രകടിപ്പിക്കേണ്ടതും. കാരണം നിങ്ങൾ ചെയ്തിട്ടുള്ള പെർഫോമൻസിനനുസരിച്ച് മാത്രമേ ഞങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ. കാരണം ഇവിടെ വന്നിട്ടുള്ള ഒരാളെ പോലും നമ്മൾ ഒരു കപ്പിളിനെ പോലും വേർതിരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ കാണാൻ ശ്രമിച്ചിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ വളരെ സത്യസന്ധമായ രീതിയിൽ നിങ്ങളുടെ കഴിവിനെ മാത്രം അംഗീകരിച്ച് മാത്രമേ ഞങ്ങൾ ഒരു മൂവ്മെൻറ്റ് ഞങ്ങൾ നടത്തിയിട്ടുള്ളൂ. അതിന് പോസ്റ്റ്മോർട്ടം എന്ന് പറയാൻ പറ്റുമോ? വേണമെങ്കിൽ അങ്ങനെയും പറയാം. അത്ര കൃത്യമായി മാത്രമേ നമ്മൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ദൈവാധീനം എന്ന് പറയട്ടെ, നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാ ഞങ്ങളുടെ വിശിഷ്ട വ്യക്തികളും അതേപോലെ തന്നെ വാശിയുള്ളവരായിരുന്നു, അതേപോലെ തന്നെ വീറുള്ളവരായിരുന്നു. ചിലപ്പോൾ അവരടുത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പോലും ചിലപ്പോൾ ആ സമയത്ത് എന്നെ ഇറക്കി വിടാൻ ധൈര്യമുള്ളവരും കപ്പാസിറ്റി ഉള്ളവരുമാണ് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളവരെല്ലാവരും തന്നെ. അതിൻ്റെ പേരിൽ വളരെ സത്യസന്ധമായ രീതിയിൽ മാത്രമാണ് മാർക്കിട്ടുള്ളത്. നന്ദി കടപ്പാടിൻ്റെ അല്ല, സ്നേഹമാണ്. പരസ്പരം സ്നേഹം, വിശ്വാസം, അതാണ് കാത്തു സൂക്ഷിക്കേണ്ടത്. അതാണ് പെർഫെക്റ്റ് കപ്പിൾ എന്ന് പറയുന്ന സമയം. വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. പെർഫെക്റ്റ് കപ്പിൾ എന്ന ഈ കപ്പൽ കരക്കെടുത്തു. 3 ദമ്പതികളാണ് ഫൈനലിലെത്തിയത്. ശ്രീമാൻ വിജയ്, ശ്രീമതി പ്രിയ, ശ്രീമാൻ ഷെഫീഖ് ആൻഡ് ശ്രീമതി പ്രതിഭ, ശ്രീമാൻ ഷാജി ആൻഡ് ശ്രീമതി അഞ്ജന. 3 ദമ്പതികളും പ്രേമവിവാഹിതരാണ്. ഒരുപാട് പ്രശ്നങ്ങളെയും വിഷമതകളെയും അതിജീവിച്ച് ജീവിതത്തിൽ ഒന്നായവർ. ആ അഭിമാനം കൂടി ഞങ്ങൾക്കുണ്ട്. ഇതിൽ പെർഫെക്റ്റ് കപ്പിളായി 1ാമത് ഞങ്ങൾ തിരഞ്ഞെടുത്ത ശ്രീമാൻ വിജേഷും ശ്രീമതി പ്രിയയും. ഇതിൽ പ്രിയ പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ അവർ പുറപ്പെടുമ്പോൾ അവരെ നാട്ടുകാർ ചോദിച്ചു അത്രേ, ഞങ്ങളുടെ ആ എംബ്ലം കണ്ടപ്പോൾ ചോദിച്ചു, ഇത് നിങ്ങളാണോ? ഒരു മിത്ത് പോലാണ് ഞങ്ങൾക്കിത് തോന്നിയത് എന്ന് പ്രിയ പറഞ്ഞു. പെർഫെക്റ്റ് കപ്പിളായി ഞങ്ങൾ തിരഞ്ഞെടുത്ത പ്രിയ വിജേഷിൽ ഒരുപക്ഷെ വിധി നിയോഗമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വികൃതിയാണോ എന്നറിയില്ല. ആ വിജേഷ് ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. 23 വയസ്സുകാരിയായ പ്രിയ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ 7 മാസം ഗർഭിണിയായിരുന്നു. തൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടാണ് ആ അമ്മ തുടക്കം മുതൽ അവസാനം വരെ ഈ പരിപാടിയിൽ സജീവമായി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ വിധിയെ തടുക്കാൻ നമുക്കാവില്ല. പക്ഷെ ഒന്ന് ചെയ്യാം, ഈ ദുഃഖം താങ്ങാനുള്ള ശക്തി പ്രിയയ്ക്കും അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ഒപ്പം ആ കുടുംബത്തിനും ആ ശക്തി നൽകാൻ നിങ്ങളോടൊപ്പം ഞാനും ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു.
കണ്ടല്ലോ വിഷ്വൽസ്. ഒരുപാട് സന്തോഷം. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. അത് 2008 പിന്നീട് അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത്. ആക്ച്വലി റിയാലിറ്റി ഷോ കഴിഞ്ഞ് കുറച്ച് ദിവസത്തിനുള്ളിലാണ് കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞതും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ. പിന്നെ അന്ന് കമൽ സാർ പറഞ്ഞ ആ ഭൂമിയിലേക്ക് കണ്ണ് തുറന്ന കുഞ്ഞ് ഇന്ന് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന വലിയ കുഞ്ഞുമായിട്ട് മാറി. മോള് സുഖമായിട്ടിരിക്കുന്നു, കാര്യങ്ങളൊക്കെ പോകുന്നു. അപ്പോൾ അതിനുശേഷമുള്ള ഗൗരീശങ്കരത്തിൻ്റെ വിശേഷങ്ങളും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ജീവിതം കരിപ്പിടിപ്പിക്കാനുള്ള ഒരു നെട്ടോട്ടായിരുന്നു. എനിക്ക് എപ്പിസോഡ് എഴുതി നിങ്ങളെ കാണിച്ചു തരും, ഇതൊന്നും അല്ലായിരുന്നു മുഖ്യം. ഇന്നിപ്പോൾ ഓൾറെഡി എന്താ പറയുക, ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാണ്. ദൈവസഹായത്താൽ നന്നായിട്ട് പോകുന്നു. അപ്പോൾ ഗൗരീശങ്കരത്തിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതിലുപരി എന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ സച്ച് ഒന്നിച്ച് ഞങ്ങൾ ഈ ശങ്കരൻ ചാനലൊക്കെ അന്ന് തുടങ്ങിയ സമയത്ത് സത്യത്തിൽ ഒരു സമയം പോകാൻ വേണ്ടി ആ സമയത്തിനൊരു ഇതിൽ തുടങ്ങിയതാണെങ്കിലും ശങ്കരൻ എപ്പോഴോ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട് അതിന് ശേഷം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ബ്രേക്കൊക്കെ വരുന്നുണ്ട്. ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 2 പേരുള്ളതല്ലേ, ഞങ്ങൾ 2 പേരും കൂടി നമ്മൾ 2 മനുഷ്യരല്ലേ. അപ്പോൾ ഫിസിക്കലി അല്ലേ, നമ്മൾ മെൻ്റലി എന്തെങ്കിലും വീട്ടിലൊരു ഇഷ്യൂ കാര്യങ്ങൾ എന്ത് വന്നാലും അതിനെ ബാധിച്ചു പോകുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ചിലരെന്താ വെച്ചാൽ നമ്മളെ മാനസികമായി തളർത്തുക എന്നുള്ളതൊക്കെയാണ്. എല്ലാവരോടുമായിട്ട് ഞാൻ പറയാണ്, ഒരുപാട് സപ്പോർട്ട് നമ്മൾ പറഞ്ഞു പറയുന്നത് എനിക്ക് ആരുടെയും സഹായമില്ല എന്നൊക്കെ നമുക്ക് വെറുതെ തോന്നുന്നത്. പലരും പല സ്ഥലത്തുനിന്ന് ഇൻഡയറക്റ്റായിട്ടോ ഡയറക്റ്റായിട്ടോ സഹായിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈശ്വരാധീനം കൊണ്ടും. അപ്പോൾ ഇന്ന് ശങ്കരൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളിതിൽ ഉള്ള ഓരോ എന്താ പറയുക സബ്സ്ക്രൈബറും തരുന്ന സപ്പോർട്ട് നിങ്ങൾ ഡയറക്റ്റ് അല്ലെങ്കിലും നിങ്ങളതിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അതേപോലെ മാനസികമായി തളർത്താൻ നോക്കുന്ന ആളുകളോടും കൂടി ഞാൻ പറയുകയാണ്, ഇതെൻ്റെ വലിയൊരു സ്വപ്നമാണ്. ഇന്ന് ഞാൻ കാണുന്ന വലിയൊരു സ്വപ്നം, ഒരുപാട് കാലം സ്വപ്നം കാണാൻ പറ്റാതെ കിടന്ന ഒരാളാണ് ഞാൻ. ഇനി ഞാൻ കാണുന്ന ഒരു വലിയ സ്വപ്നത്തിൻ്റെ ഭാഗം ശങ്കരാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളിതൊക്കെ കണ്ടുവന്നു. ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടോ, ആ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ 3 മാസം ഗർഭിണിയാകുമ്പോൾ തുടങ്ങിയ പ്രോഗ്രാമായിരുന്നു. 8 മാസം എനിക്ക് 8ാമത്തെ മാസം കഴിയുമ്പോഴാണ് അവർ പർപ്പസ്ഫുള്ളി അത് വൈൻഡപ്പ് ചെയ്തതാണ്. ഞങ്ങളിങ്ങനെ പിന്നെ അത് കൊണ്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയായിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. അതിൽ ഞാൻ 8 മാസം ഗർഭിണിയാണെങ്കിൽ ചേച്ചി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു അതിൽ കൽപ്പന ചേച്ചി. എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം ശ്രീ സായികുമാർ, പിന്നെ അതിൽ സപ്പോർട്ട് ചെയ്തിരുന്ന പലരും, ഓരോരുത്തരെയും ഓർക്കാണ്, എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. ആ 2 പേരെ ഞാൻ വളരെ കൃതാർത്ഥതയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഒപ്പം ഞങ്ങൾക്കത് സപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാവരും ഒരുപാട് സന്തോഷം. അപ്പോൾ മുമ്പോട്ട് ഗൗരീശങ്കരത്തിനും ഞങ്ങളുടെ ലൈഫിനും ഒപ്പം ശങ്കരൻ ചാനലിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എനിക്ക് മുന്നോട്ട് എൻ്റെ സ്വപ്നങ്ങളും കൊണ്ട് പ്രതീക്ഷയായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം വേണം. നമുക്ക് അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണാം.